ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്ഷമയോട് ഓടുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. എബ്രായർ 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ചിലർ ദിശയില്ലാതെ തലകീഴായി ഓടുന്നു, ചിലർ വികാരങ്ങളാൽ ഓടുന്നു, ചിലർ മുയലിനെ പോലെ ഓടുകയും മദ്യത്തിൽ ഉറങ്ങുകയും ചെയ്യുന്നു. മറ്റുള്ളവർ മിന്നിത്തിളങ്ങുകയും മിന്നി മറയുകയും ചെയ്യുന്നു, പക്ഷേ ഒരു തുമ്പും കൂടാതെ അപ്രതീക്ഷമാകുന്നു. സഹനത്തോടെ ഓടാൻ അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. ശക്തമായി വ്യക്തമായ മനസ്സോടെ സ്ഥിരതയോടെ ക്ഷമയോടെ ഓടാൻ. നിങ്ങളുടെ ക്ഷമയാൽ നിങ്ങളുടെ ആത്മാക്കളെ നേടുവീൻ എന്ന് ലൂക്കോസ് 21-ാം അധ്യായം 19-ാം വാക്യത്തിൽ തിരുവെഴുത്ത് പറയുന്നു. ക്ഷമ എന്താണ്? ക്ഷമ എന്ന വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ട്. മറ്റുള്ളവർ കോപമോ പ്രകോപനമോ ഉളവാക്കുമ്പോൾ ശാന്തത പാലിക്കുന്നത് ക്ഷമയാണ്. കഷ്ടപ്പാടുകൾ, നിന്ദകൾ, അപമാനങ്ങൾ എന്നിവ സന്തോഷത്തോടെ സഹിക്കുന്നത് ക്ഷമയാണ്. ബന്ധങ്ങൾ വഷളാകുമ്പോഴോ തകരുമ്പോഴോ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നത് തുടരുക എന്നത് ക്ഷമയാണ്. ക്രിസ്തുവിന്റെ ദൈവിക ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ. ക്രിസ്തുവിന്റെ ജീവിതത്തെ നോക്കിയാണ് നാം ക്ഷമ പഠിക്കുന്നത്. അവൻ തന്റെ ശിഷ്യന്മാരോട് എത്ര ക്ഷമയോടെ ഇടപെട്ടു. അവർ അവനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും അവർ പലപ്പോഴും അവനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. അവന്റെ ഉപമകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ മന്ദതയുണ്ടായിരുന്നു. എന്നിട്ടും അവൻ അവയെ ക്ഷമയോടെ സഹിച്ചു. തന്റെ ശിഷ്യന്മാരുടെ ചിന്തകൾ ലൗകിക സ്വഭാവമുള്ളതാണെന്ന് കണ്ടപ്പോഴും യേശു ക്ഷമയോടെ തുടർന്നു. തന്റെ കഷ്ടപ്പാടിന്റെ സമയത്ത് അവർ ഓടിയപ്പോൾ പോലും അവൻ ക്ഷമയോടെ അവരെ പിന്നീട് തന്നിലേക്ക് തിരികെ സ്വീകരിച്ചു. മറ്റെന്തിനേക്കാളും ക്രൂശിന്റെ ചുവട്ടിൽ ക്രിസ്തുവിന്റെ ക്ഷമയെ നാം ഭയത്തോടെ കാണുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 59 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ, മത്തായി 27-ാം അധ്യായം 29 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 2-ാം അധ്യായം 21 മുതൽ 25 തുടങ്ങിയ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവൻ കഷ്ടപ്പാടും പരിഹാസവും ലജ്ജയും എത്ര ക്ഷമയോടെ സഹിച്ചുവെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൻ നമുക്ക് പിന്തുടരാൻ ഒരു മികച്ച മാതൃക അവശേഷിപ്പിച്ചുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവമക്കളെ, നാം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ക്ഷമ ലോകത്തിന് മുൻപാകെ പ്രഖ്യാപിക്കട്ടെ. എഫേസ്യർ 4-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുക. നമ്മുടെ സ്നേഹത്തിലും സ്നേഹത്തിന്റെ കൂട്ടായ്മയിലും സ്നേഹത്തിൽ പരസ്പരം സഹിക്കുന്നതിലും നമ്മുടെ ക്ഷമ പ്രകടമാകട്ടെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യത്തിൽ നോക്കുക. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അവരെ ശക്തിപ്പെടുത്തുന്നതിലും മുന്നോട്ടു പോകാൻ സഹായിക്കുന്നതിലും നമ്മുടെ ക്ഷമ പ്രകടമാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 5-ാം അധ്യായം 7-8 വാക്യങ്ങൾ. അതിനാൽ സഹോദരന്മാരെ, കർത്താവിന്റെ വരവ് വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. കർഷകൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി എങ്ങനെ കാത്തിരിക്കുന്നുവെന്ന് നോക്കുക. മുൻമഴയും പിന്മഴയും ലഭിക്കുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങളും ക്ഷമയോടിരിക്കുക. നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുവിൻ. കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ ലേവ്യ പുസ്തകം 13-ാം അധ്യായം, വൈകുന്നേരം മത്തായി സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.